നമസ്കാരം, ഉജ്ജൽ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഫയർമാൻ്റെ സിലബസിൽ നമ്മൾ കണ്ടതാണ്. സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജി കെയും ഇംഗ്ലീഷും മാത്സും പിന്നീട് പുതിയൊരു ടോപ്പിക്കായ ഫസ്റ്റ് എയ്ഡുമാണ്. ഫസ്റ്റ് എയ്ഡ് 10 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫയർമാൻ്റെ എക്സാമിന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന മറ്റ് ഫോഴ്സിൻ്റെ എക്സാമുകൾ, അതായത് സിവിൽ പോലീസ് ആയാലും സിവിൽ എക്സൈസ് ആയാലും അങ്ങനെയുള്ള എക്സാമുകളിൽ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. ഈ വീഡിയോയിലൂടെ 20 ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഇത് പല പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സിമ്പൽ ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിൻ്റെ സിമ്പൽ എന്താണെന്ന്. അപ്പോൾ നമുക്കിവിടെ സൈഡിൽ കാണാം, എന്താണ്, ഒരു വൈറ്റ് ക്രോസ് ഉണ്ട്, പുറമെ ഗ്രീൻ ആണ്. അപ്പോൾ നോക്കുക, എ ഓപ്ഷൻ വൈറ്റ് ക്രോസ് ഇൻ റെഡ് ബാക്ക്ഗ്രൗണ്ട് അല്ല. സെക്കൻഡ് ഓപ്ഷൻ റെഡ് ക്രോസ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല. തേർഡ് ഓപ്ഷൻ നോക്കി, വൈറ്റ് ക്രോസ് ഇൻ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, അതല്ലേ. അപ്പോൾ ഫോട്ടോയിൽ കാണാൻ കഴിയുന്ന പോലെ സിമ്പൽ ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള വൈറ്റ് ക്രോസ് ഇൻ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഡി ഓപ്ഷൻ ശ്രദ്ധിക്കുക, ആർക്കും തെറ്റിപ്പോകരുത്, ഗ്രീൻ ക്രോസ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആർക്കും തിരിഞ്ഞു പോകരുത്. സിമ്പൽ ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്താണ്? വൈറ്റ് ക്രോസ് ഇൻ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദിശ? അപ്പോൾ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ടേമാണ് ദിശ. ദിശയുടെ നമ്പർ നമുക്ക് പലർക്കും അറിയാം, 1056 ആണ്. അപ്പോൾ ഈ ദിശയുടെ ഫുൾ ഫോം പലർക്കും പരിചിതം ഉണ്ടായിരിക്കില്ല. ദിശയുടെ ഫുൾ ഫോമാണ് ഓപ്ഷൻ എ, ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവെയർനെസ്. അപ്പോൾ ദിശയുടെ ഫുൾ ഫോം എന്താണ്? ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവെയർനെസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്? അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ ആരാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവതരിപ്പിച്ചതെന്ന് ശ്രദ്ധിക്കുക. കൊമേഴ്ഷ്യൽ പർപ്പസ്, വാണിജ്യ അടിസ്ഥാനത്തിൽ ആരാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവതരിപ്പിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ റോബർട്ട് വുഡ് ജോൺസൺ, ഓപ്ഷൻ ബി ഹിപ്പോക്രാറ്റസ്, സി റിച്ചാർഡ് ജോൺസൺ, ഡി ഫ്രെഡറിക് വോൺ എസ്മാർക്ക്. ആൻസർ ഓപ്ഷൻ എ ആണ്, റോബർട്ട് വുഡ് ജോൺസൺ. റോബർട്ട് വുഡ് ജോൺസൺ ആണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ വാണിജ്യ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഓപ്ഷൻ ഡി പലർക്കും പരിചിതമുണ്ടാവും, ഫ്രെഡറിക് വോൺ എസ്മാർക്ക്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രെഡറിക് വോൺ എസ്മാർക്കാണ് ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ്. പക്ഷേ ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിൻ്റെ രീതിയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് റോബർട്ട് വുഡ് ജോൺസൺ ആണ്. നാലാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ എമർജൻസി മെഡിക്കൽ സർവീസ് പ്രോജക്റ്റ് ഓഫ് കേരള? കേരളത്തിൻ്റെ എമർജൻസി മെഡിക്കൽ സർവീസ് പ്രോജക്റ്റിൻ്റെ പേരെന്താണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, KEMP. KEMPയുടെ ഫുൾ ഫോം ഇതാണ്, കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രോജക്റ്റ്. എന്താണ്? കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രോജക്റ്റ്. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ദ ഗോൾഡൻ അവർ വിച്ച് ഇസ് ദ ക്രിട്ടിക്കൽ കൺസെപ്റ്റ് ഇൻ ട്രൂമ ടേക്സ് പ്ലേസ് വിത്തിൻ. അതായത് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ആക്സിഡൻറ്റ് സംഭവിച്ചു, അയാളെ കുറഞ്ഞത് എത്ര സമയത്തിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ ഹയർ സർവൈവൽ റേറ്റ് ഉണ്ട്, അതായത് അയാളുടെ ജീവന് ഭീഷണി ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് അയാളെ രക്ഷിച്ചെടുക്കാനായിട്ട് എത്ര സമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഗോൾഡൻ അവർ, ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ, 24 അവേഴ്സ്, 10 അവേഴ്സ്. ആൻസർ എ ആണ്, ഫസ്റ്റ് അവർ. അതായത് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അപകടം സംബന്ധിച്ച ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ദർ ഇസ് എ ഹയർ ചാൻസ് ഓഫ് സർവൈവൽ. അപ്പോൾ ഗോൾഡൻ അവർ ഫസ്റ്റ് അവർ ആണെന്ന് ഓർക്കുക. ആറാമത്തെ ചോദ്യം, ഫോർ ദ ബെസ്റ്റ് റിസൾട്ട് ഓഫ് CPR ദ ചെസ്റ്റ് കംപ്രഷൻ ഡെപ്ത് ഷുഡ് ബി ബിറ്റ്വീൻ. അതായത് CPRനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ CPR ചെയ്യുമ്പോൾ ചെസ്റ്റ് കംപ്രഷൻ, അതായത് ചെസ്റ്റ് കംപ്രഷൻ അതിൻ്റെ ആഴം, ഡെപ്ത് എത്ര ആയിരിക്കണം എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ 2 ഇഞ്ചസ്, 2 to 2.4 ഇഞ്ചസ്, 3 to 4 ഇഞ്ചസ്, 4 to 4.5 ഇഞ്ചസ്. ആൻസർ ബി ആണ്, ശ്രദ്ധിക്കുക, 2 to 2.4 ഇഞ്ചസ്. അതായത് ഫോർ ദ ബെസ്റ്റ് CPR, നല്ല രീതിയിൽ CPR പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ചെസ്റ്റ് കംപ്രഷൻ എത്ര ആയിരിക്കണം?
2 മുതൽ 2.4 ഇഞ്ച് വരെ ആയിരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം, FAST സ്റ്റാൻഡ്സ് ഫോർ. FAST എന്ന് പറയുന്ന ടേം സ്ട്രോക്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേമാണ്. സ്ട്രോക്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേമാണ് FAST. അപ്പോൾ അതൊരു അക്രോണിമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ എ ആണ് ഫേസ് ആംസ് സ്പീച്ച് ടൈം. ബാക്കിയൊന്നുമല്ല, ഫ്രാക്ചർ ആം സ്പീച്ച് ടൈം അല്ല, ഫേസ് അബ്ഡോമൻ സ്ലീപ്പ് ടൈം ഒന്നുമല്ല. ഓപ്ഷൻ എ ഫേസ് ആംസ് സ്പീച്ച് ടൈമാണ്. അതായത് സ്ട്രോക്ക് സംഭവിച്ച ഒരാളെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഫേസ് മാത്രമല്ല, ഫേസ് ഡ്രോപ്പിംഗ് എന്നാണ് നമ്മൾ പറയുന്നത് എഫിന്. അതായത് ഫേസ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചുണ്ടൊക്കെ പല ഷേപ്പിലേക്ക് മാറുക എന്നൊക്കെയാണ്. ആം എന്ന് പറഞ്ഞാൽ ആം മാത്രമല്ല, ആം വീക്ക്നെസ് ആണ്. അതായത് അയാളുടെ കൈകാലുകൾക്ക് ബലം നഷ്ടപ്പെടുക. പിന്നെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്പീച്ച്, അതായത് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക. അപ്പോൾ തന്നെ ടൈം ഉദ്ദേശിക്കുന്നത് എത്രയും വേഗം എമർജൻസി നടത്തുക, അതായത് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ FAST റിലേറ്റഡ് ടു സ്ട്രോക്ക് എന്താണ് മീൻ ചെയ്യുന്നത്? ഫേസ് ഡ്രോപ്പിംഗ്, ആം വീക്ക്നെസ്, സ്പീച്ച് ഡിഫിക്കൽറ്റി ആൻഡ് ടൈം. അടുത്ത ചോദ്യം, ഓൺ ആൻ ഇൻഫാൻറ്റ് വേർ ഷുഡ് യു ചെക്ക് ദ പൾസ്? അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇൻഫാൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് പൾസ് ചെക്ക് ചെയ്യുന്നത്? അല്ല, നോർമലി മറ്റ് മുതിർന്നവരിൽ നമുക്ക് പൾസ് കയ്യിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഫാൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ ഇൻസൈഡ് ദ വ്രിസ്റ്റ് ജസ്റ്റ് എബവ് ദ ഹാൻഡ്, ഓൺ ദ നെക്ക് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വിൻഡ് പൈപ്പ്, ബിഹൈൻഡ് ദ നീ ക്യാപ്പ്, ഇൻസൈഡ് ദ ആം ബിറ്റ്വീൻ എൽബോ ആൻഡ് ദ ഷോൾഡർ. ഡി ഓപ്ഷനാണ് കറക്റ്റ്. ഇൻസൈഡ് ദ ആം ബിറ്റ്വീൻ എൽബോ ആൻഡ് ദ ഷോൾഡർ. അതായത് തോളിനും എൽബോയ്ക്കും ഇടയിലാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ പൾസ് ചെക്ക് ചെയ്യുന്നത്. അടുത്തത്, വെൻ പെർഫോമിങ് CPR ഓൺ അഡൾട്ട് ഹൗ ഷുഡ് ബി ദ ചെസ്റ്റ് കംപ്രഷൻ? അതായത് ഒരു അഡൾട്ടിൽ നമ്മൾ CPR ചെക്ക് ചെയ്യുമ്പോൾ ചെസ്റ്റ് കംപ്രഷൻ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1 ഇഞ്ചസ്, 1.5 ഇഞ്ചസ്, 3 ഇഞ്ചസ്, 2 ഇഞ്ചസ്. നേരത്തെ 2 to 2.4 ഇഞ്ചസ് ആയിരുന്നു കറക്റ്റ്. ഇവിടെ 2 ഇഞ്ചസ് ആണ് ഓപ്ഷനുള്ളത്. സോ നമുക്ക് ഡി ഓപ്ഷൻ മാർക്ക് ചെയ്യാം, 2 ഇഞ്ചസ്. അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. എ ബേൺ ദാറ്റ് ഹാസ് പെനിട്രേറ്റഡ് ആൾ ടിഷ്യൂസ് അപ് ടു ദ ടെൻഡൻസ് ആൻഡ് ബോൺസ്. അതായത് എല്ലുകളിലും ടെൻഡനിലേക്കും വ്യാപിച്ചിരിക്കുന്ന ബേൺ, അതായത് പൊള്ളൽ, അതിനെ പറയുന്ന പേരെന്താണെന്നാണ്. അപ്പം മെയിനായിട്ട് 4 ടൈപ്പിലെ ബേൺസ് ആണുള്ളത്. 1st ഡിഗ്രി, 2nd ഡിഗ്രി, 3rd ഡിഗ്രി, 4th ഡിഗ്രി. അപ്പോൾ ടെൻഡനിലേക്കും ബോണിലേക്കും വ്യാപിക്കുന്ന ബേണാണ് 4th ഡിഗ്രി ബേണുകളായിരിക്കും. 4th ഡിഗ്രി ബേൺ ആയിരിക്കും, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഹൈപ്പോതെർമിയ ഈസ് കാസ്ഡ് ബൈ പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു. ഹൈപ്പോതെർമിയ എന്തുകൊണ്ടാണ്, ഏത് അവസ്ഥയിലാണ് ഉണ്ടാകുന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഹൈപ്പർ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ നോർമലി ലോ എന്നുള്ള അർത്ഥമാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലുള്ള അർത്ഥമാണ്. നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ഇവിടെ ഹൈപ്പോതെർമിയാണ്. ഹൈപ്പോതെർമിയ മീൻസ് തെർമിയ സംതിങ് റിലേറ്റഡ് ടു എന്താണ്? ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ഹൈപ്പോതെർമിയ ഈസ് കോസ്ഡ് ബൈ പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ഹീറ്റ് വേവ്സ്, കോൾഡ് ടെമ്പറേച്ചർ, സാൻഡ് സ്റ്റോം, ഹോട്ട് വാട്ടർ. ഉത്തരം ബി ആണ്, കോൾഡ് ടെമ്പറേച്ചറാണ്. അതായത് തണുത്ത കാലാവസ്ഥ മൂലം സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. ഹൈപ്പോതെർമിയ. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടെലി ഹെൽപ്പ് ലൈൻ നമ്പർ ഓഫ് ദിശ? ദിശയുടെ നമ്പർ എത്ര എന്നാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. 1056 ആണ് ദിശയുടെ നമ്പർ. പിന്നീട് ഓർത്തിരിക്കുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1075. 1075 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. 1056 ദിശയുടെയാണ്. ഇനി ഇത് ഓർത്തിരിക്കാൻ നമുക്കൊരു എളുപ്പവഴി ഉപയോഗിക്കാം. അതായത് പലർക്കും ഈ 1056ഉം 1075ഉം അതായത് നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പറും നമ്മുടെ കേരളത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറും ആയിട്ട് മാറി പോകാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, 1056 നമ്മളെ കേരളം ഫോം ചെയ്തത് എത്ര? 1956 അല്ലേ? അപ്പോൾ ആ ഒരു 56 നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിശയുടെ നമ്പർ 1056 എന്നും നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പർ 1075 എന്നും ഓർത്തിരിക്കുക. അടുത്തത് 13ാമത്തെ ചോദ്യം, സ്പെഷ്യൽ ബാൻഡേജ് യൂസ്ഡ് ഫോർ ഐ ആൻഡ് ഇയർ ബാൻഡേജിങ് ഇൻ ഈസ്. അതായത് നമ്മൾ കണ്ണിലും ഇയറിലും ചെവിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ബാൻഡേജിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, കപ്പേലിൻ ആണ്. അതായത് കണ്ണിലും ഇയറിലും ഉപയോഗിക്കുന്ന ബാൻഡേജിനെ വിളിക്കുന്ന പേരാണ് കപ്പേലിൻ. അടുത്ത ചോദ്യം നോക്കാം. ഇൻ മെഡിസിൻ ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് പേഷ്യൻസ് ഇൻ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇവാക്വേഷൻ. അതായത് നമ്മുടെ മെഡിസിനിൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച്, അതായത് ആർക്കാണ് ആദ്യം
നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, കുറേ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ആരെ ആദ്യം ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രോട്ടോക്കോളിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അർജൻസി, എമർജൻസി, ട്രയേജ്, കാഷ്വാലിറ്റി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ട്രയേജ് ആണ്. അതായത് ഓർഡർ ഓഫ് പ്രയോറിറ്റി, പേഷ്യൻസിനെ അവരുടെ അസുഖത്തിനനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രയേജ് എന്ന് പറയുന്നത്. അടുത്തത് 15ാമത്തെ ചോദ്യം, എ നോസ് ബ്ലീഡ് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ. അതായത് മൂക്കിലൂടെയുള്ള രക്തസ്രാവം നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നാണ്. വെയിറ്റിംഗ്, കാത്തിരിക്കുക അല്ല. പിഞ്ചിങ് ബ്രീഫ്ലി ദ നോസ്ട്രിൽസ്, ഗീവ് സംതിങ് കൂൾഡ് ടു ഡ്രിങ്ക്, പുട്ട് സം കോട്ടൺ വൂൾ ഓൺ ദ ഇൻ ദ നോസ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് നമ്മൾ മൂക്കിൽ പിഞ്ച് ചെയ്യുക, നുള്ളി പിടിക്കുക. അങ്ങനെയാണ് നമുക്ക് നോസ് ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ വെയിറ്റ് ചെയ്തുകൊണ്ടോ തണുത്ത എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തുകൊണ്ടോ ഒന്നുമല്ല. പിഞ്ചിങ് ബ്രീഫ്ലി ദ നോസ്ട്രിൽസ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം, സഡൻ കൊളാപ്സ് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്, നോ ബ്രീത്തിങ് ആൻഡ് നോ പൾസ് ആർ ദ മോസ്റ്റ് കോമൺ സൈൻസ് ഓഫ്. അതായത് ബോധം നഷ്ടപ്പെടുന്നതും ബ്രീത്തിങ്, അതായത് ശ്വാസമില്ലാത്തതും, നോ പൾസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്തിൻ്റെ സിംറ്റമാണ്? ലോ ഷുഗർ, ഹൈ ബ്ലഡ് പ്രഷർ, കാർഡിയാക് അറസ്റ്റ്. ഓപ്ഷൻ ഡി സ്ട്രോക്ക്. ഉത്തരം സി ആണ്, കാർഡിയാക് അറസ്റ്റ്. ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സിമ്പലാണ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം നഷ്ടപ്പെടുക, നോ ബ്രീത്തിങ്, നോ പൾസ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 3 P's ഓഫ് ദ ഫസ്റ്റ് എയ്ഡ്. അതായത് ഫസ്റ്റ് എയ്ഡ് 3 Pയെ പറ്റി പറയുന്നുണ്ട്. ആ 3 Pയിൽ ഉൾപ്പെടാത്ത ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം ഫസ്റ്റ് എയ്ഡിൻ്റെ 3 P'സിൽ വരുന്ന 3 ആൾക്കാരാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. പ്രിസർവ് ലൈഫ്, പ്രിവെൻറ്റ് ഫർദർ ഇഞ്ചറി, പ്രൊമോട്ട് റിക്കവറി. അതായത് പ്രിസർവ് ലൈഫ്, പ്രിവെൻറ്റ് ഫർദർ ഇഞ്ചറി, പ്രൊമോട്ട് റിക്കവറി. ഇതാണ് 3 P's ഓഫ് ഫസ്റ്റ് എയ്ഡ്. അതിൽ ഉൾപ്പെടാത്ത ആരാണ്? പ്രൊട്ടക്റ്റ് ഹെൽത്ത് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആൻ ഓപ്പൺ ഫ്രാക്ചർ? ഫ്രാക്ചേഴ്സ് നമുക്ക് മെയിനായിട്ട് ഓപ്പൺ ഫ്രാക്ചർ എന്നും ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഓപ്പൺ ഫ്രാക്ചർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എ ഫ്രാക്ചർ ഇൻ വിച്ച് ബോൺ ഈസ് എക്സ്പോസ്ഡ് ആൻഡ് ദ സ്കിൻ ഈസ് ബ്രോക്കൺ. അതായത് നമ്മുടെ തൊലി മുറിഞ്ഞിട്ട് ഈ എല്ലുകൾ പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടല്ലോ, അങ്ങനെയുള്ള ഫ്രാക്ചറുകളായി വിളിക്കുന്ന പേരാണ് ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ഫ്രാക്ചർ എന്താണ്? എ ഫ്രാക്ചർ ഇൻ വിച്ച് ദ ബോൺ ഈസ് എക്സ്പോസ്ഡ് ആൻഡ് ദ സ്കിൻ ഈസ് ബ്രോക്കൺ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മെഡിസിനിൽ നമ്മൾ ഫെയിൻറ്റ് എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, എ ബ്രീഫ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. അതായത് കുറച്ച് നേരത്തേക്ക് നമ്മളുടെ ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഫെയിൻറ്റ് എന്ന് വിളിക്കുന്നത്. എ ബ്രീഫ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. അടുത്ത 20ാമത്തെ ചോദ്യം, തോമസ് സ്പ്ലിൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ. തോമസ് സ്പ്ലിൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഫ്രാക്ചർ ഓഫ് അൾന, ഫ്രാക്ചർ ഓഫ് ഫീമർ, ഫ്രാക്ചർ ഓഫ് ടിബിയ, ഓൾ ഓഫ് ദിസ്. ഇതിൽ ഓപ്ഷൻ ബി ആണ്. അതായത് ഫീമർ നമുക്കറിയാം, തുടയിൽ ഏറ്റവും വലിയ ബോണാണ് നമ്മുടെ ഫീമർ എന്ന് പറയുന്നത്. ആ ഫീമറിൽ സംഭവിക്കുന്ന ഫ്രാക്ചറുകൾക്ക് ഉപയോഗിക്കുന്നതാണ് തോമസ് സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് 20 ചോദ്യങ്ങൾ. ഫോഴ്സിൻ്റെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതായത് ഫയർമാൻ എക്സാമിന് വേണ്ടിയിട്ടും മറ്റ് ഫോഴ്സിൻ്റെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉജ്ജൽ PSC ഒരു ബുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ബുക്കിൽ ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ചുള്ള ഇതുപോലെയുള്ള 500 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 20 ക്വസ്റ്റ്യൻസും ഈ 500 ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ബുക്ക് വാങ്ങുക. ബുക്കിൽ 500 MCQ മാത്രമല്ല, ഫയർമാൻ്റെ എക്സാമിൻ്റെ സിലബസിൽ തയ്യാറാക്കിയിട്ടുള്ള 100 മാർക്കിൻ്റെ 2 മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 25 പേജിലായി തയ്യാറാക്കിയ ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ചുള്ള കുറച്ച് തിയറി പോർഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നും, നമ്മൾ എന്താ സ്ട്രോക്ക്, ഇലക്ട്രിക് ഷോക്ക്, അതുപോലുള്ള മറ്റ് അവസ്ഥകൾ, ഓരോ അപകടം സംഭവിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നതിനെ സംബന്ധിച്ചൊരു തിയറി പോർഷൻസ് ആണ് ആദ്യത്തെ 25 പേജിൽ. പിന്നീട് ഇതുപോലുള്ള 500 MCQ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 2 മോക്ക് ടെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 120 പേജിൽ വരുന്ന ഈ ബുക്കിൻ്റെ വില വെറും 79 രൂപ മാത്രമാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കോപ്പി ഉറപ്പിക്കുക. ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ 9544024347 എന്നുള്ള നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക.
അപ്പോൾ ബുക്കിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.